നനഞ്ചേ ചെറുവലുകളൊക്കെ നിറഞ്ചേ. നമസ്കാരം കൂട്ടുകാരെ, ഞാൻ സെവനയിലെ ദക്ഷിൺ ധാർമ്മിക്. നമ്മളുടെ അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ പാഠമായ ഗ്രാമശ്രീകളിൽ കൃഷിയുടെ മഹത്വത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു കുഞ്ഞു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ഭക്ഷ്യോത്പാദനത്തിന്റെ ഉറവിടം കൃഷിയാണ്. വ്യാവസായിക പ്രാദേശിക ഉത്പാദനത്തിനായി ധാരാളം ആളുകൾ കൃഷി ആശ്രയിക്കുന്നു. ആരോഗ്യകരമായ ജീവിതത്തിന് കൃഷി വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. ധാന്യങ്ങൾ, പച്ചക്കറികൾ, കാലിത്തീറ്റ, പഴങ്ങൾ, പൂക്കൾ, നാരുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ, കന്നുകാലികളെ വളർത്തുക തുടങ്ങിയ പ്രക്രിയകളെല്ലാം കൃഷിയാണ്. കലയും ശാസ്ത്രവും ഒരുമിച്ച് വരുമ്പോൾ കൃഷി മനോഹരമാകുന്നു. ഇനി നമുക്ക് കുറച്ച് പഴയകാല കൃഷി ഉപകരണങ്ങൾ പരിചയപ്പെട്ടാലോ? കലപ്പ. കൃഷിയിൽ വിത്ത് വിതയ്ക്കാനോ നടീലിനോ മുമ്പായി കളമിളക്കി മറിച്ച് തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് കലപ്പ. അരിവാൾ. ഒരു തരം വളഞ്ഞ കത്തിയാണ് അരിവാൾ. കൊയ്ത്തിനും കാട് വെട്ടിത്തെളിക്കാനും ഉപയോഗിക്കുന്നു. മുറം. അരി പയറുവർഗ്ഗങ്ങളിലെ മാലിന്യം കളയാനാണ് മുറം ഉപയോഗിക്കുന്നത്. ചങ്ങഴി. ഇതൊരളവ് ഉപകരണമാണ്. ഇതിൽ ഉൾക്കൊള്ളുന്ന അളവിനെ ഒരിടങ്ങഴി എന്നാണ് പറയുന്നത്. ഏത്തക്കൊട്ട. ഈറ്റ കൊണ്ട് ത്രികോണാകൃതി നിർമ്മിച്ച ഏത്തക്കൊട്ട പണ്ടുകാലങ്ങളിൽ കിണറിൽ നിന്നും ജലസേചനം നടത്താനാണ് ഉപയോഗിച്ചിരുന്നത്. കട്ടക്കുഴ. പാടങ്ങളിലെ മൺകട്ട ഉടയ്ക്കാനുള്ള ഉപകരണമാണ് കട്ടക്കുഴ. ജലചക്രം. കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള മാർഗമാണിത്. ജലചക്രം ചവിട്ടിയാണ് പണ്ട് ജലസേചനം നടത്തിയിരുന്നത്. വിത്തുപൊതി. വൈക്കോൽ കൊണ്ട് വിത്തുകൾ പൊതിഞ്ഞ് ദീർഘകാലം സൂക്ഷിക്കാനുള്ള രീതിയാണ് വിത്തുപൊതി. വെള്ളിക്കോൽ. നെല്ലളക്കാൻ ത്രാസിനു പകരം ഉപയോഗിക്കുന്ന ഉപകരണം. ഇതിന് തുലാൻ അളവാണുള്ളത്. പത്തായം. മുൻകാലങ്ങളിൽ ധാന്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന സംഭരണിയാണ് പത്തായം. ഇത്രയും അറിവുകൾ പകർന്നുകൊണ്ട് എൻ്റെ കുഞ്ഞു വീഡിയോ ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. നന്ദി.